വെച്ച കിതാബ് ഇമാം നബവിയുടെ ഷാഫി മദ്ഹബിൽ അൽ അദ്കാറിൽ പറയണ എന്താ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്. അത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ദിക്ർ കൊണ്ട് ശബ്ദമുയർത്തരുത്, ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തരുത്, വർത്തമാനം പറഞ്ഞിട്ട് ശബ്ദമുയർത്തരുത്. അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോകണം. അപ്പൊ ആരാ നബിയുടെ മാർഗം സ്വീകരിച്ചത്? എന്റെ വിഷയത മുത്തുനബിയുടെ കൂടെ, അല്ലാതെ ആരും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയല്ല. റസൂലുള്ളാഹിന്റെ കൂടെ ആരാ നടക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മയ്യത്തെടുത്തപ്പോൾ ആരാ അൽ ഫാത്തിഹ വിളിച്ചത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മയ്യത്തെടുത്തപ്പോൾ അൽ ഫാത്തിഹ വിളിച്ചത് ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മയ്യത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരാ അൽ ഫാത്തിഹ വിളിച്ചത്? ആരാ യാസീൻ ഓതിയത്? ആരാണ് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി ഉറക്കെ ചൊല്ലി കൊണ്ടുപോയത്? ഏതെങ്കിലും ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉറക്കെ ചൊല്ലി 4 സലഫികളെ കണ്ടാൽ ശക്തി കൂട്ടി അങ്ങനെ ഒരു ദിക്ർ ചൊല്ലി ഏത് സഹാബിയുടെ മയ്യത്താ കൊണ്ടുപോയത്? 4 മുജാഹിദുകളെ കണ്ടാൽ ശക്തി കൂടും. ഇത് ദീൻ ഒരാളെ കാണുമ്പോൾ വാശി തീർക്കാനുള്ള സാധനം ദീന് ആണോ? ആരാ പഠിപ്പിച്ച്? ഏതെങ്കിലും ഒരു സഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, വേറെ സഹാബികളാണ് അവിടെ ഉള്ളത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഏതെങ്കിലും ഒരു സഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കെ ദിക്റും ചൊല്ലി കൊണ്ടുപോയ ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പിന്നെ ആരോടാ കൂട്ടരെ വാശി? ആരോട് തീർക്കാനുള്ളതാണ് ഈ ദീനിപരമായ വാശി? വിട്ടൂടെ നമുക്ക്? അതിന്റെ അർത്ഥം വർത്താനം പറയരുത് തന്നെയാണ്. മിണ്ടാതെയാണ് പോകേണ്ടത്. നിങ്ങൾ മനസ്സുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് ഓർത്തോ, ദിക്റൊക്കെ ചൊല്ലിക്കോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വർത്താനം പറയലല്ല, ദിക്ർ ഉറക്കാൻ ചെല്ലാൻ പാടില്ല, ഖുർആൻ ഉറക്കാൻ ഓതാൻ പാടില്ല, ഒന്നുമില്ല. മരിച്ച വീട്ടിൽ യാസീൻ ഓതാൻ എവിടെ തെളിവ്? നിങ്ങൾ ഷാഫി മദ്ഹബ് മാത്രം ഞാൻ പറയണത്. ഒറ്റ സംഭവം കേൾപ്പിച്ച് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കേട്ടോളൂ. അടുത്ത വ്യത്യാസമാണ്. ഞാൻ ഇപ്പം നമ്പറൊന്നും എണ്ണീട്ടില്ല, എത്ര വ്യത്യാസം പറഞ്ഞു എനിക്കറിയില്ല. കുറച്ച് വ്യത്യാസങ്ങൾ തന്നെ പറയണേ. ഈ പരിസരത്തൊക്കെ ഒരു സലഫി വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഈ പരിസരത്തൊക്കെ കുറച്ച് മുജാഹിദിന്റെ വീടേ ഉണ്ടാവുള്ളൂ. വരുമ്പോൾ തന്നെ പറയും, ഇനിയിപ്പോൾ അവിടെ പോയാൽ ഉണ്ടാതെ നിൽക്കേണ്ടി വരും, വല്ലാത്തൊരു ദുർഗതിയാണിത്, ചെയ്ത്താമാര് എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക. കാരണം എന്താ അറിയോ? ഇവർക്ക് ഭയങ്കര വാശിയാണ് ദീനിനോട്. ഖുർആൻ ഓതുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയും. കൂട്ടരെ, മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതാൻ മുത്ത റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാശിയില്ല, നമ്മൾ ചൊല്ലും. പക്ഷേ നിങ്ങൾ കേട്ടോ, ഇത് കണ്ട് മനസ്സിലാക്കിയ ഇങ്ങനൊരു സ്വഭാവം ലോകത്ത് വരാനുണ്ട് എന്നറിഞ്ഞ പണ്ഡിതന്മാരെന്താ പറഞ്ഞു വെച്ചത്? ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതല്ലാതെ, അവന്റെ പരിശ്രമത്തിൽപ്പെട്ടതല്ലാതെ ഇല്ല എന്ന് പറയുന്ന സൂറത്ത് നജ്മിലെ ആയത്തിന് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തഫ്സീറാകുന്ന ഇബ്നു കസീറിൽ നിന്ന് ഞാൻ വായിക്കാം. അവിടെ തന്നെ വായിച്ചാൽ മതി. കാരണം ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. അവിടുന്ന് വായിക്കണം, കേട്ടോളൂ. അന്നൽ ഖിറാഅത്ത് ലാ യസിലു ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലിഹാദാ ലം യൻതുബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇ വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന الصحابة റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. ഒന്നാമത്തെ വാലെടുത്തോളി, എന്നിട്ട് അതിന്റെ 64-65 ഒന്ന് വായിച്ചു. ഈ വാളി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഈ ആയത്തിന്റെ വിശദീകരണം എടുത്തൊന്ന് വായിച്ചു നോക്കി. ഇബ്നു കസീറിലാ പറയണത്, ഷാഫി ഇമാമിന്റെ അഭിപ്രായമായിട്ടാ പറയണത്. എന്താ ഈ പറഞ്ഞിട്ട് വായിച്ചതിന്റെ അർത്ഥം? മരിച്ച ഒരാൾക്ക് വേണ്ടി മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതിയാൽ മരിച്ച ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. ഞാനല്ല, ഷാഫി മദ്ഹബാണ് പറയുന്നത്. മരിച്ച സ്ഥലത്തിരുന്ന് നിങ്ങൾ ഖുർആൻ ഓതിയാൽ മരിച്ചവന് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. കാരണം അവന്റെ അധ്വാനത്തിൽപ്പെട്ടതല്ല, അവന്റെ കഷ്ടപ്പാടിലോ അധ്വാനത്തിലോ സമ്പാദ്യത്തിലോ പെട്ടതല്ല. അതൊക്കെ വിട്, ബാക്കി പറഞ്ഞത് കേട്ടോളൂ. ഞാൻ്റെ അധ്വാനത്തിൽ പെട്ടതല്ല, ശരിയായിക്കോട്ടെ, സമ്മതിച്ചു. വേറെ ആരെ ഓതുവാണല്ലോ, അതൊക്കെ വിട്. ഇനി ബാക്കി എന്താ പറഞ്ഞത് ശരിക്കും കേട്ടോളൂ. വലിഹാദാ ലം യൻതുബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. ഇങ്ങനെ ഒരു സുന്നത്തെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ പള്ളിയിൽ വെച്ച കിതാബിലാ ഇങ്ങനെ ഒരു സുന്നത്ത്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹിം വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ. സൂചനാപരമായ തെളിവുമില്ല, ഖണ്ഡിതമായ തെളിവുമില്ല, പ്രോത്സാഹനം നൽകിയിട്ടില്ല, സൂചന നൽകിയിട്ടില്ല. അവസാനിച്ചില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും. സഹാബികളായ ഒരൊറ്റ സഹാബിയുടെ അടുക്കൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉദ്ധരിച്ചിട്ടില്ല. മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഏർപ്പാട് ഒരു സഹാബിയിൽ നിന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ല. ആരാ പറയുന്നത്? മുജാഹിദിന്റെ മദ്രസയിലല്ല, പള്ളി ദർസിൽ സൂക്ഷിക്കുന്ന കിതാബിൽ തഫ്സീറിലാണ് പറയുന്നത്, ഇബ്നു കസീറിലാണ് പറയുന്നത്, ഷാഫി മദ്ഹബിന്റെ തഫ്സീറിലാണ് പറയുന്നത്. ഇനി ബാക്കിയും കൂടി കേട്ട ക്ലിയറാ. വലൗ കാന ഖൈറാ, അങ്ങനെ ചെയ്യുന്നതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ മുമ്പ് സഹാബത്ത് ഈ വിഷയം ചെയ്യുമായിരുന്നു. ഇനി എങ്ങനെ കൂട്ടരെ പറഞ്ഞുതരാ? അപ്പൊ ആർക്കാ വാശി? ആർക്കാണ് വാശി? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക്. വാശിയൊക്കെ നമ്മൾ വിടണ സുഹൃത്തുക്കളെ. എന്നിട്ട് ദീനിൽ എന്താ ഉള്ളത് അത് നിങ്ങൾ ചെയ്യണം. ദീനിലില്ലാത്ത ചെയ്യരുത്. തസ്ബീത്ത്, ഞാൻ ഇവിടുത്തെ പ്രദേശം എനിക്ക് കൂടുതൽ പ്രസംഗിക്കാത്ത സ്ഥല, ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു 15 കൊല്ലം മുമ്പ് തസ്ബീത്ത് ഉണ്ടായിരുന്നോ? ഖബറിന്റെ അടുത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്നുള്ള തസ്ബീത്ത് ഉണ്ടോ സമസ്തക്കാർക്ക്? ഇല്ല. എൻ്റെ നാട്ടിലൊന്നും ഒരു 15 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ഇല്ല. പിന്നെ ആദ്യമായിട്ട് എൻ്റെ മൂത്തമ്മ ഉമ്മാൻ്റെ വല്യമ്മാൻ്റെ ജ്യേഷ്ഠത്തി മരിച്ചപ്പോൾ ഞാൻ കണ്ടു ആ കുടുംബത്തിൽപ്പെട്ട ഒരു ഉസ്താദ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് തസ്ബീത്തിലുള്ളത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ നോക്കി, എന്താ ഇപ്പം ഇവർ പുതിയ പരിപാടി തുടങ്ങുന്നത്? ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവരും അൽഹംദുലില്ലാഹ് എല്ലാവരും തസ്ബീത്തിലുണ്ട്. ഇനി നമ്മൾ പറയണം, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസാദ്. അതൊക്കെ മുജാഹിദുകൾ ആദ്യം ചെല്ലണതാണ്. അപ്പോൾ ഒരു വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പെണ്ണാ മരിച്ചതെങ്കിൽ ഹാറി, എന്തെങ്കിലും ഒരു വ്യത്യാസമാണല്ലോ നമ്മൾ തുടങ്ങുമ്പോൾ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് അറിയില്ല, ഹാ എന്ന് പറയും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് അറിയില്ല, അവിടെ ഹാ എന്ന് പറയും. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണാണ് മരിച്ചതെങ്കിൽ 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് എന്താ ചൊല്ലേണ്ടത്? എന്താ ചൊല്ലേണ്ടത്? അവിടെ എത്ര പദങ്ങളുണ്ട്? ആ പദത്തിൽ എവിടെയെങ്കിലും ഹാ എന്നുണ്ടോ? അപ്പൊ പെണ്ണാണ് മരിച്ചതെങ്കിൽ വേറെ പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. 3ാമത്തെ തക്ബീറിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്നിങ്ങനെ പറയുമ്പോഴേ ഹാ ഹാ എന്നുണ്ടോ? ഇനി ഹാ എന്നുള്ളത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ടോ? മയ്യത്ത് നിസ്കാരത്തിൽ ആണാണ് മരിച്ചതെങ്കിൽ ഇത് നിസ്കരിക്കുമ്പോൾ പെണ്ണാണെങ്കിൽ നിൽക്കേണ്ട സ്ഥലം മാറി പറഞ്ഞു. ആണാണ് നിൽക്കണമെങ്കിൽ ആണിന്റെ തലഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞു, പെണ്ണാണെങ്കിൽ കുറച്ച് മധ്യഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. ഇല്ലേ? ഹദീസിലുള്ളതല്ലേ? അതേപോലെ ആണാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ ആഫിഹി എന്ന് പറഞ്ഞോളൂ, വനഖിഹി എന്ന് പറഞ്ഞോളൂ. പെണ്ണാണെങ്കിൽ ഹാ എന്ന് പറയണം എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഈ തസ്ബീത്തിൽ ചെറിയ വ്യത്യാസപ്പെടുത്തിയത്? ഇത് വലിയ വിഷയമൊന്നല്ല. പെണ്ണിന് വേണ്ടി തന്നെയല്ലേ മരിച്ചത്, പെണ്ണ് തന്നെയല്ലേ. ഹാന്ന് പ്രാർത്ഥിക്കണത് ശരി ആയിക്കോട്ടെ, പക്ഷെ എന്തിനാ വ്യത്യാസപ്പെടുത്തിയെന്നറിയോ? ഹൂന്ന് ആദ്യേ സെൽഫികൾ പറയണതാണ്. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ എന്ന നിലക്ക്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഈ തസ്ബീത്ത് ഹദീസിൽ വന്നതാണോ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന സുഹൃത്തുക്കൾ ഹദീസിൽ അങ്ങനെ തന്നെ ഇല്ല. സെൽഫികൾ ആരോടും അങ്ങനെ പറയാറില്ല. പക്ഷെ പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഅ് കുറേ ഹദീസിൽ നിന്ന് ഈ പദങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ചോദിക്കാൻ ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞിട്ട് തൽഖീൻ എവിടെയുള്ളത്? നിങ്ങൾ പറ. സെലഫികളും നിങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടുകയാണ്. അവിടെ ഉസ്താദ് ഇരുന്നു, ചെരുപ്പിന്റെ മേലെ കയറി ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, 2 മലക്കുകൾ ഇപ്പൊ വരും, പേടിക്കണ്ട, മൂപ്പര് കന്തപടി, മൂപ്പര് പുറത്തല്ലേ, 2 മലക്കുകൾ ഇപ്പൊ വരും. ഈ നാട്ടിൽ കൂടി കള്ളും കുടിച്ച് തോന്നിയാസം കളിച്ച് ചീട്ടും കളിച്ച് നടന്നപ്പോൾ പറഞ്ഞു കൊടുക്കണില്ല. മരിച്ചു കഴിഞ്ഞിട്ട് തലക്കം പുറത്തിരുന്ന് പറഞ്ഞു കൊടുക്കുക, പേടിക്കണ്ട, ആരാന്റെ റബ്ബ് എന്ന് ചോദിക്കും, അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞു കൊടുത്തോണ്ടിന്ന്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറയേണ്ടത്. ഞാൻ എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട്, എൻ്റെ ഒരു സ്ഥലത്തെ ഒരു പ്രസംഗം കേട്ട് മുന്നിക്ക് ഒരു സുഹൃത്ത് ഇങ്ങനെ വന്ന് അവിടെ ഇരുന്നു. ഞാൻ അവൻ്റെ കൈക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു. ചിലപ്പോൾ ഈ ആരോ മൂപ്പിച്ചിട്ടിട്ട് എറിയാനൊക്കെ വരും പാവങ്ങൾ. നമ്മൾ അല്ലാഹുവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പം എന്തിനാ വന്നത് നോക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഒന്ന് കയ്യിലൊന്നുമില്ല. നമ്മളങ്ങനെ പ്രസംഗം കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്നിട്ട്, എനിക്ക് നിങ്ങളെ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് മാറണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്, നന്നാവണമെന്നുണ്ട്, ഞാൻ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, കള്ളൊക്കെ കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളുടെയൊക്കെ വെറും മോശപ്പെട്ട വർത്താനമൊക്കെ പറയും. കാരണം ഒരു ദീനി ബോധമല്ല. ഇന്ന് മുതൽ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം മാറി. 3 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ വിളിക്കണിന്നെ.
ഉസ്താദെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ അറിയോ, ഉസ്താദുമാരൊക്കെ എൻ്റെ പരീക്ക് നിൽക്കണം, വാപ്പാനോട് ഞാൻ പടച്ചു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാണ്ടെങ്കിൽ ഓൻ കള്ളും കുടിച്ചിട്ട് രാത്രി 12 മണിക്ക് വരിക, ആടിയിട്ട് ചിലപ്പോൾ 4 കാലിൽ, ചിലപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കും കേട്ടോ, ഉടുത്ത തുണി കൂടി തന്നെ മൂത്രയിക്കും, അങ്ങനെ കിടക്കണ. അപ്പോൾ ഓന് നല്ല നേർമാർഗത്തിലേക്ക്. ഇപ്പൊ നമ്മളെ ക്ലാസ്സും പ്രസംഗമൊക്കെ കേട്ട് കള്ളുടിയൊക്കെ നിർത്തി, ചീട്ടിലൊക്കെ നിർത്തി, നന്നാവാൻ തീരുമാനിച്ചു, സെൽഫി പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദ്മാര് പരീക്ക് നിങ്ങളെ മോൻ റൂട്ട് വായിച്ചു കേട്ടോ. അപ്പൊ ആദ്യം പോയ റൂട്ടോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ദേശത്തിന് സുഹൃത്തുക്കളെ എന്തെങ്കിലും നമ്മൾ പറയാൻ പാടില്ല. ഞാൻ അങ്ങോട്ടും പറയാൻ പാടില്ല, തിരിച്ചിങ്ങോട്ടും പറയാൻ പാടില്ല. ദീന് ദീനായി പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രമാണ. ഈ തൽക്കീൻ ചെല്ലാൻ എവിടെ ഹദീസിൽ ബുഖാരിയിലുണ്ടോ? നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞു കൊടുക്കി. മുസ്ലിമിലുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹദീസിന്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ മരിച്ചാൽ മരണപ്പെട്ട മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട്, ഖബറിന്റെ അടുത്തിരുന്നിട്ട് അള്ളാഹ് മലക്കുകളെ ചോദിക്കാൻ പറഞ്ഞേക്കുക. ഈ കരുവാരുകൊണ്ട് എത്തുന്നതിന് മുമ്പ് മേലാറ്റൂര് കഴിഞ്ഞാൽ ഏപ്പിക്കാട് എന്ന സ്ഥലമുണ്ട്, പേരെന്നെ ഏപ്പിക്കാട് എന്നാണ്. ആ സ്ഥലത്ത് എൻ്റെ ഭാര്യയുടെ അമ്മായി, വാപ്പാന്റെ പെങ്ങൾ മരിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പാവപ്പെട്ട ഉമ്മയാണ്. ഞാനും പോയി. സെലഫി കുടുംബം എന്നല്ല, ഞാനിവിടെ മയ്യത്ത് നിസ്കരിക്കാനൊക്കെ ചെന്നു. അപ്പോൾ ഉസ്താദ് മയ്യത്ത് വെക്കലിന് പറഞ്ഞു, വെക്കല്ലേ ആയിരുന്നു. നമ്മളൊക്കെ എന്താ ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സ്പെഷ്യൽ പരിപാടി നിനക്ക് ശരിക്കും ഇങ്ങനെ നോക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഇങ്ങനെ ഉയർന്ന് നോക്കി. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തു. എന്നിട്ട് ഓലൻ്റെ, ഞങ്ങളുടെ നാട്ടിൽ ഇർക്കിളി എന്ന് പറയാം, ഓലൻ്റെ ഒരു ഇർക്കിളി പൊട്ടിച്ചിട്ട് ഈ പേപ്പറിൽ ഇങ്ങനെ കുത്തി മയ്യത്തിൻ്റെ തുണിയിൽ അതിങ്ങനെ കുത്തി വെച്ചു. അപ്പോൾ എന്തായാലും എഴുതിക്കണമെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ അറിയോ, ഖബറിൽ ചോദിക്കണ ചോദ്യം ഉത്തരം കോപ്പി അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കി പറയല്ല. എൻ്റെ ഭാര്യ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മ അതൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, പാവം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് അവിടുത്തെ ആ പള്ളിൻ്റെ അടുത്തുള്ള ആളുകളോട്, എന്നെ പരിചയമുള്ളവരോട് ഞാൻ ചോദിച്ചു, സമസ്തക്കാരോട് ചോദിച്ചു, ഈ ഏർപ്പാട് മുമ്പേ ഇവിടെ ഉണ്ടോ? ഇത് മുമ്പൊന്നുമില്ല, ഇപ്പം ഈ ഉസ്താദ് വന്നപ്പോൾ തുടങ്ങിയതാണ്. അപ്പം ദീനിൽ ഒരു ഉസ്താദ് മാറുമ്പോൾ, ഇപ്പം ഈ പള്ളിയിൽ മുമ്പത്തെ ഉസ്താദ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു, വേറൊരു ഉസ്താദ് വന്നപ്പോൾ വേറെ തുടങ്ങുക. അതാ ദീന്? അങ്ങനെ ഉണ്ടോ ദീനിൽ? നിങ്ങൾ ചിന്തിക്കാനാണ് ഇതൊക്കെ പറയണത്. അള്ളാഹ് മലക്കുകളെ പറഞ്ഞേക്കുക ഖബർക്ക് ചോദ്യം ചോദിക്കാൻ. അത് നമ്മൾ പേപ്പറിൽ എഴുതി കോപ്പി അടിച്ചു കൊടുക്കുക. SSLC ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന അവിടെ വിവാദ. ഖബറിൽ 2 മലക്കുകൾ ചോദിക്കണ ചോദ്യം ആൻസറും പേപ്പറിൽ എഴുതി ഖബറിൽ വെച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നുണ്ടോ? അപ്പം മയ്യത്തിൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ ദാ തഫ്സീർ പറയണം, അങ്ങനെ ഒരു സംഭവം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. തൽക്കീൻ ഓതാൻ ഖബറിൻ്റെ അടുത്തിരുന്ന് അതാ വലിയ സംഭവം. തസ്ബീത്തല്ലാനൊന്നും നേരല്ല. അപ്പൊ തന്നെ ഉസ്താദ് ഇങ്ങനെ വരും. ഉസ്താദ് വലിയ തസ്ബീത്ത് ഓതലില്ല, അല്ലാതെ എൻ്റെ നാട്ടിലൊന്നും കേട്ടോ, ഇവിടെ എനിക്കറിയില്ല, ചിലപ്പോൾ നല്ല ഉസ്താദായിരിക്കും. തസ്ബീത്ത് എൻ്റെ നാട്ടിലത്തെ ഉസ്താദന്മാരൊന്നും തസ്ബീത്ത് ഓതാ ഒരു ബേക്കിൽ ഇങ്ങനെ നിൽക്കും. നമ്മളൊക്കെ തസ്ബീത്ത് ഇങ്ങനെ ചൊല്ലി കഴിയുമ്പോൾ മുപ്പര് ഇങ്ങനെ ഇടയിൽ കൂടി വരും. എന്നിട്ട് ചെരുപ്പൂരി ആ ചെരുപ്പിന് മേലെ തന്നെ ഇരുന്നിട്ട് തൽക്കീൻ പറഞ്ഞു കൊടുക്കും. ഖബറുത്തുന്ന ആളുകളെ വലിക്കുക, ഒരു മയ്യത്ത് സ്കരിക്കലില്ല. ഓല് നമ്മളെ മയ്യത്തും കാത്തങ്ങനെ നിൽക്കല, ചളിയായ തുണിയൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ എനിക്കറിയില്ല. മയ്യത്ത് സ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നൊക്കെ പങ്കെടുത്തോളി, എനിക്ക് പ്രത്യേക കൂലിയുണ്ട്. ഖബർ കുത്താനായിട്ട് കാത്തിക്കുകയാണ്. മയ്യത്ത് സ്കാരത്തിൽ പങ്കെടുക്കാൻ നേരത്തെ കുത്തിയിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി, അല്ലെങ്കിൽ ഒന്ന് ചെളിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് മയ്യത്ത് വരുമ്പോൾ നിസ്കാരത്തിൽ പങ്കെടുക്കാം. അധിക സ്ഥലത്ത് എന്താ പറയുക, ഓല അങ്ങനെ പള്ളിപ്പറമ്പിൽ കാത്തിക്കും. എന്നിട്ട് ഓലോട് ചോദിക്കും, ആയിട്ടില്ലേ, റെഡി ആയിട്ടില്ലേ? ആ റെഡി. എന്നിട്ട് ഓലേക്ക് ഇറങ്ങി വെച്ച് അങ്ങനെ ഉണ്ടാവാറുള്ളത്. ഇന്നതുപോലെ ഉസ്താദുമാർ ബേക്കിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതൊന്നും ഞമ്മക്ക് പറഞ്ഞ പണിയല്ല. അതിന് പ്രത്യേക ശമ്പളമൊന്നും കിട്ടൂല. തൽക്കീന് പ്രത്യേക വകുപ്പുണ്ട്. മനസ്സിലാണ്ടോ? തസ്ബീത്ത് എല്ലാവരും ചെയ്യണതാണ്. അതിനിപ്പോൾ എന്താ ഉസ്താദിന് പ്രത്യേക റോളൊന്നുമില്ല. തസ്ബീത്ത് എല്ലാവരും കൂട്ടത്തിൽ ചെല്ലണം, അതിന് ഉസ്താദിന് പ്രത്യേക റോളൊന്നുമില്ല. പിന്നെ തൽക്കീൻ ഉസ്താദിന്റെ പ്രത്യേക റോളാ. ഇങ്ങനെ നാട്ടിലെല്ലാവരും ചെയ്യും. ഞാൻ ഉസ്താദ്മാരെ കുറ്റപ്പെടുത്തുന്ന എന്താണല്ലോ, ഉൽക്കിത് അറിയാം, അതുകൊണ്ട് അത് പറയണത്. നാടന്മാർക്കറിയില്ല, ഉസ്താദ്മാർക്കറിയാം ഞങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കുകയാണ്, ഞങ്ങൾ ഈ സാധുക്കളെ ചതിക്കുകയാണെന്ന് ഉസ്താദ്മാർക്കറിയാം. ഇനി എല്ലാം അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉസ്താദ്മാരുണ്ടാവും. എത്ര ഉസ്താദ്മാർ മാറിയിട്ടുണ്ട്, എത്ര ഉസ്താദ്മാർ വേദനിച്ചിട്ടുണ്ട്. സത്യമാണ്. മാറി മാറി വന്ന ഉസ്താദ്മാർ പറഞ്ഞ പരിപാടിയിലൊക്കെ ഞാൻ കേട്ട ഒരു വാക്ക്, വളരെ ശ്രദ്ധിച്ച് കേട്ടൊരു വാക്ക് എന്താ അറിയോ, ദർസിൽ നിന്ന് പഠിച്ചത് തുറന്നു പറയാൻ ശ്രമിച്ചപ്പോ എന്നെ വഹാബിയാക്കി.
ആ വാക്ക് ശ്രദ്ധിച്ചങ്ങള്. ദർസിൽ നിന്ന് പഠിച്ചത് തുറന്നു പറയാൻ ശ്രമിച്ചപ്പോ എന്നെ വഹാബിയാക്കി. ഇതൊക്കെ നിങ്ങളെ പള്ളി ദർസ് പഠിപ്പിക്കണ കിതാബിലുള്ളതാ. ഇനി അടുത്ത വാക്കുകൾ കേട്ടോളൂ സുഹൃത്തുക്കളെ. എത്ര വ്യത്യാസങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കീന്. ഇനി 40 കണ്ണൂക്ക്. എവിടെ ഹദീസ്? ഇതൊക്കെ എതിരാണ്. ഈ ചങ്ങാതിമാർ എല്ലാത്തിനും എതിരാണ്. കൂട്ടരെ ആരെങ്കിലും കണ്ണു കടത്തിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ നടത്തിക്കോളി, അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദീനിന്റെ പേരിൽ സുന്നത്താണ് ഹദീസിലുണ്ടെന്ന് പറയരുത് എന്ന്. 3 കണ്ണൂക്കർ എന്താ? മരിച്ച ആളുടെ കണ്ണ് പുഴുക്കൾ കയറി ചാടിപ്പോണ ദിവസം. ചിലപ്പം കേസ് ഉണ്ടായിട്ട് 10 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് മയ്യത്തൊക്കെ എടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാത്ത മയ്യത്ത് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പുഴുക്കളും നനഞ്ഞ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കണ്ണ് ചിലപ്പോൾ 3-ാമത്തെ ദിവസം തന്നെ ചാടിന്ന് വരും. നമുക്കതൊന്നും വിഷയമല്ല. ഇനി അങ്ങനെ തന്നെ വിചാരിക്കുക. കണ്ണൂക്ക്, കണ്ണ് മരിച്ച വാപ്പാന്റെ കണ്ണ് ചാടുക, മരിച്ച ഉമ്മാന്റെ കണ്ണ് ചാടുക. അതിന് നമ്മൾ ബിരിയാണി എന്നല്ല ആണോ? മരിച്ച വാപ്പാന്റെ കണ്ണ് 3-ാമത്തെ ദിവസം ചാടുന്ന് വിചാരിച്ചോ? അതിനെല്ലാവരും ഉസ്താദുമാരും നാട്ടുകാരൊക്കെ വന്നിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥന നടത്തി ചോറുന്ന പോലെ. എന്റെ വാപ്പ മരിച്ചത് ഏപ്രിൽ 20, ഇനി അടുത്ത ഏപ്രിൽ 20 വരുമ്പോ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് വാപ്പ മരിച്ചത് ഓർത്തിട്ട് ചോറുണ്ടാക്കി കൊടുക്കല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ കണ്ണൂക്കിനെവിടെ രേഖ? ഇതിനെ എതിർക്കുമ്പോൾ ആളുകൾ പറയും പ്രാർത്ഥന ഇല്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്. ആണ്ടിനെവിടെ രേഖ? എവിടെ സുഹൃത്തുക്കളെ രേഖ? എവിടെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി ഖബർ കെട്ടിപ്പോക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ണൂരിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചാൽ അറിയോ, നിങ്ങൾ എന്തിനാ വെറുതെ ഖബർ കെട്ടിപ്പോക്കിനെതിരെ പറയണേ? നിങ്ങൾക്കും ഒരു ജാറുണ്ടാക്കിയ പോലെയാണ്. ഒരു ജാറുണ്ടാക്കാനുള്ള ചെലവുണ്ടല്ലോ. ഇന്നത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആരതാ? വാടകക്കല്ലേ? സ്വന്തം? അൽഹംദുലില്ലാ. ഇതിന് വാടകക്കാണെങ്കിൽ ഈ വാടക കൊടുക്കണ പൈസ മതി കൂട്ടരെ ഒരു ജാറുണ്ടാക്കാൻ. ഒരു പരിപാടിൻ്റെ വാടക മതി. ഒരു 10-15 വെട്ടല്, 2 ചാക്ക് സിമെന്റ്, ഒരു കുടിസ് മണ്ണിൽ ജാറായി. ആരപ്പോൾ അത് പൊളിച്ചു നോക്കുന്നതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ? ഇല്ലേ. ആര് പൊളിച്ചു നോക്കും? ഒരു ജാറുണ്ടാക്കാൻ ഒരു ചെലവില്ല. മുജാഹിദുകൾക്ക്, സെലഫികൾക്ക് ഒരു ഖബർ കെട്ടിപ്പോക്കി നല്ല പെയിന്റ് അടിച്ച് നല്ല പച്ച പുതപ്പിട്ട് മൂടാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഇവിടുത്തെ PWDന്റെ ആളുകളോട് പോലും സെൽഫികൾ പറയല എന്താ? നിങ്ങൾ അമ്പ് ഉണ്ടാക്കിക്കോ, ഉയരം കൂട്ടരുത്, ചിലപ്പോൾ പച്ച പുതപ്പിട്ട് മൂടുന്ന്. അത്ര പേടിയാ. എവിടെങ്കിലും ഒരു ഉയരമുള്ള സ്ഥലം കണ്ടാൽ അവിടെ സുജൂദ് ചെയ്യാൻ പോകുന്ന പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത്. അറിയോ, പാലക്കാട് ജില്ലയിലേക്ക് പോയൊക്കെ ഒരു വള്ളി, അത് ഞാൻ അതിൻ്റെ അടുത്ത് പോയി ശ്രദ്ധിച്ചതാ. ആ വള്ളി നല്ല മണ്ണുള്ള വള്ളിയാണ്. അതിങ്ങനെ വളഞ്ഞിട്ട് ഒരു മരത്തുമ്മ കയറി പിടിച്ചു. അവ മരത്തിൻ്റെ കൊമ്പ് താന്നു. അപ്പൊ ഈ വള്ളിൻ്റെ അടുത്തേക്ക് കൊമ്പ് ഇങ്ങനെ താന്നപ്പോൾ അതിനെന്തോ പ്രത്യേകത ഉണ്ട്. ഇത് വെയിറ്റ് കൊണ്ട് താന്നതാണ്. എന്നിട്ട് ആ വള്ളിമേൽ കുട്ടികളില്ലാത്തവർ തൊട്ടിയുമായി വന്ന് കേട്ടോ, വള്ളിയിൽ തുണി കെട്ടിയാൽ, തൊട്ടിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടും. എങ്ങനെ? കുട്ടിയില്ലാത്തവർ തൊട്ടിത്തുണിയും വാങ്ങി വന്ന് ഒരു കയറും കെട്ടിയിട്ട് ആ വള്ളിമ കെട്ടി തൂക്കുക. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാഞ്ഞിട്ട്, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാഞ്ഞിട്ട് അള്ളാന്റെ അടുത്ത് പടച്ചോനെ എല്ല് തിരുമ്പാൻ തുടങ്ങി. താടിയൊക്കെ നരച്ചു, മുടിയൊക്കെ നരച്ചു. അള്ളാ കൈവടിയല്ല അള്ളാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്ന ഈ മുസ്ലിം ഉമ്മത്തിൽ പാലക്കാട് പോയി നോക്കുങ്ങൾ. പാലക്കാട് ജില്ലയിൽ കുട്ടികളില്ലാത്തവര് തൊട്ടിത്തുണി കെട്ട ഒരു വള്ളിമല്. നാട്ടുകല്ലിന്റെ അടുത്ത് പോയി നോക്ക്, അവിടെ ഒരു കല്ലിനെ ആരാധിക്കുകയാണ് മുസ്ലിങ്ങൾ. ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ആരല്ല സുഹൃത്തുക്കളെ? ആരാ? ഖബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമോനായ അലി ബിൻ അബി ത്വാലിബിനെ വിളിച്ചിട്ട് പറയാണ്, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരത്താതെ വിടരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊന്തി നിൽക്കുന്ന ഒരു ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ആരെയാണോ അള്ളാന്റെ റസൂൽ ഏൽപ്പിച്ചത് അതേ അലി ബിൻ അബി ത്വാലിബിന്റെ ഖബറാണ് ഷിയാക്കൾ ആദ്യം കെട്ടിപ്പൊക്കിയത്. അത് പൊളിച്ചു. അതുകൊണ്ടാണ് വഹാബികൾ ഖബർ വിളിക്കണമല്ലോ എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? അലി ബിൻ അബി ത്വാലിബിന്റെ ഖബർ ഷിയാക്കളെ, സഹാബത്തല്ല, മുസ്ലിങ്ങളല്ല, ഷിയാക്കള് കെട്ടിപ്പൊക്കിയാണ്ട് ജാറാക്കാൻ നോക്കിനി. സമ്മതിച്ചു കൊടുത്തിട്ടില്ല. മുത്ത റസൂലിന്റെ ഖബറെങ്ങാനും സാങ്കല്പികമായ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ അല്ലേ എല്ലാ സ്ഥലത്തുണ്ട്. സാങ്കല്പിക യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ. മുത്ത റസൂലിന്റെ ഫോട്ടോ എങ്ങാനും വരക്കാൻ ഒരനുവാദം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നഊദു ബില്ലാഹ്, മുത്ത റസൂലിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കും ഈ ഉമ്മത്ത്.
പൂജിക്കൂലേ? ബാംഗ്ലൂരിൽ നബിദിന റാലി നടക്കുക. ഒട്ടകപ്പുറത്ത് നല്ലൊരു കുട്ടിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇരുത്തിയിട്ട് അറബിയാളെ കന്തൂറടിപ്പിച്ച് തലയെക്കെട്ടും കെട്ടി കയ്യിലെന്താ കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ പ്രശ്ന മുസ്ലിങ്ങൾക്ക്. അതിൻ്റെ ഇടയിൽ ചങ്ങായിൻ്റെ കയ്യിൽ വാള്, കേട്ടോ, വാളിങ്ങനെ വീശുക, ബാക്കിയുള്ളവർ ബേക്കുന്ന വാള് വീശുക, വായിൽ മണ്ണെണ്ണ നിറച്ച് തീപ്പന്തത്ത് കൂതിയിട്ട് വലുതാക്കുക. നബിദിന റാലിയ നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ ഈ ഉമ്മത്തിന്റെ അവസ്ഥ? ഇത് ഈ കേരളത്തിൽ വരാത്ത എന്താ അറിയോ? ഞങ്ങൾ വളരെ കുറച്ചുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഭൂരിപക്ഷമാണെന്നോ വലിയ ജനക്കൂട്ടെന്നോ പറയില്ല. പക്ഷെ നിരന്തരമായി ആളുകൾ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട മനുഷ്യർ പറയാം അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഉണ്ണി മുഹമ്മദ് എന്ന് മനസ്സിലാണ്ടോ? ഉണ്ണി യേശു, ഉണ്ണി കൃഷ്ണൻ. ഹിന്ദുക്കൾക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഒരു ഉണ്ണി യേശു ഉണ്ട്. നമുക്കെന്താ ഓലക്കാൾ ഉഷാറാക്കണ്ട നമ്മൾ? അപ്പൊ നമുക്ക് ഉണ്ണി മുഹമ്മദ്. ഒട്ടകപ്പുറത്ത് ഒരാളെയും കയറ്റിരിച്ചിട്ട് അറബിന്റെ കോട്ടുവിട്ടിട്ട് വാളും കൈ കൊടുത്തിരുത്തുക. ഈ സമൂഹം അത് കേരളത്തിലേക്ക് വരാത്ത എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടാ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഉണ്ടായിട്ടാ. അന്ന് ഞങ്ങൾ അടുത്തൊല്ലം കാണിച്ചു തരാം. നടത്തിക്കോളി. ചാണിന് ചാണായി, മുടത്തിന് മുടമായി, ഉടുമ്പ് കയറുന്ന മാളത്തിൽ വരെ കയറാതെ ഈ ഉമ്മത്ത് കയറിപ്പറ്റാതെ ലോകം അവസാനിക്കില്ല. ക്രൈസ്തവരെയും ജൂതരെയും ചാണിന് ചാണായി, മുൻകഴിഞ്ഞു പോയ സമൂഹത്തെ ചാണിന് ചാണായി, മുടത്തിന് മുടമായി പിൻപറ്റാതെ അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് കയറിയതെങ്കിൽ അവിടെ കയറാതെ ഈ ലോകം അവസാനിക്കൂല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണുണ്ടോ പറയണത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളി സുഹൃത്തുക്കളെ, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഇനി റസൂലുള്ളാഹിന്റെ ഖബർ എത്ര വലിപ്പുണ്ട്? പച്ച കളവ് ഖബർ റസൂലില്ല എന്ന് പറഞ്ഞിട്ട് പച്ച പുതപ്പിട്ട് മൂടി ഒരു ജാറം റസൂലുള്ളാഹിന്റെ ഖബറാനാട് മടവൂരിലൊക്കെ വിറ്റിരുന്നു. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല, പല സ്ഥലത്തും വിറ്റിരുന്നു. ശുദ്ധ കളവ്. ഇവിടുത്തെ സമസ്തക്കാരും സലഫികളൊക്കെ ഉംറയ്ക്ക് വജ്ജിനൊക്കെ പോയപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പോയിട്ടില്ലേ? ഇങ്ങനെ നോക്കും ആ ദ്വാരത്ത് കൂടി 3 ഹോൾസ് ആണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബർ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ. നോക്കി എന്താ കാണുക? ഒരു തുണി ഇങ്ങനെ തൂങ്ങി കിടക്കും, ഒരു തുണി ഇങ്ങനെ തൂങ്ങി കിടക്കും. അതിന്റെ ബാക്കിലാണ് ചുമര്. ആ ചുമരിന്റെ ഉള്ളിലാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ. നമ്മൾ നോക്കിയാൽ ഖബർ കാണൂല, ഒരു കർട്ടൻ തൂങ്ങി. ഇതാണ്, ഇവിടെയാണ് ഖബർ എന്ന് കാണും, അത്രേ കാണുള്ളൂ. അവിടെ ജോലി ചെയ്യുന്ന അറബികളോട് ചോദിച്ചോക്ക്, അവരും പറയും ഇങ്ങനെ കാണുള്ളൂ മക്കളെ, പറഞ്ഞുതരും നിങ്ങൾക്ക്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബറാന്ന് പറഞ്ഞ് നാട്ടിൽ കാണുന്ന ജാറം പോലെ ഒരു ജാറുണ്ടാക്കിയിട്ട് വിറ്റിട്ട് മക്കൾക്ക് അരി വാങ്ങി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ നമ്മുടെ മേലെ ഇറങ്ങിയാൽ സുഹൃത്തുക്കളെ കടുത്ത ശിക്ഷയായിരിക്കും. റസൂലുള്ളാഹിന്റെ ഖബർ എത്ര ഉയർന്നു? ഹദീസ് കേട്ടോളൂ നിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് സഹാബി പറയാ, റുഫിഅ ഖബറുഹു, നബിയുടെ ഖബർ ഉയർന്നിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വൻ മിൻ ശിബർ, ഒരു ചാണോളം. എത്ര വരുന്നത് റസൂലുള്ളാഹിന്റെ ഖബർ? ഒരു ചാണ്. ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുമ്പോ പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്ന ചെറുപ്പക്കാരെ, ഉസ്താദുമാരോട് പോയി ചോദിക്കണം നിങ്ങള്, എന്താ റബീഉൽ അവ്വൽ മാസത്തിൽ പള്ളിയിൽ ഓതുന്ന ജുമാ ഖുത്ബയാകുന്ന നബാത്തി ഏടിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാനോ ജന്മദിനത്തെ കുറിച്ചോ ഒരു വാക്ക് പോലും, ഒരൊറ്റ വാക്ക് പോലും റബീഉൽ അവ്വലിലെ ഒരൊറ്റ ഖുത്ബയിലുമില്ല. ഒരു ഖുത്ബയിലല്ല, ഒരൊറ്റ ഖുത്ബയിലുമില്ല. റസൂലുള്ളാഹിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഹബീബുനാ റസൂൽ വിറക്കുന്ന കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാ. പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ സംശയം വരും. അപ്പൊ ചോദിച്ച് പഠിക്കുക, അന്വേഷിക്കുക കേട്ടോ. എന്നിട്ട് അതിനു വേണ്ടി അന്വേഷണം തുടങ്ങുക. സത്യമാണോ? ആരോടും വാശി വേണ്ട, ഒരാളോടും വാശി തീർക്കണ്ട. നമ്മൾ ചോദിച്ച് പഠിക്കുക, അന്വേഷിച്ച് പഠിക്കുക. എന്നോട് ചോദിക്കണമെന്നില്ല, മുജാഹിദോട് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരെ പോയി കണ്ട് സമാധാനപൂർവ്വം സമയം കിട്ടുമ്പോൾ പോയി ചോദിക്കുക. ഇങ്ങനെയൊക്കെ കേട്ടു, ഇങ്ങനെ ഹദീസിലുണ്ടോ? അരീക്കോട്ടൊരു മനുഷ്യൻ മാറിയത് എങ്ങനെ അറിയോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അള്ളാന്റെ അടിമക്ക് അള്ളാഹു പോരെ. എൻ്റെ ആയത്ത് നമ്പറൊക്കെ എഴുതിയെടുത്തു അയാൾ. എന്നിട്ട് ഉസ്താദിനോട് പോയി ചോദിച്ചു, ഉസ്താദേ, മുജാഹിദ് ആളൊരു വയൽ കിട്ടും,
അതിലൊരു ആയത്ത് പറഞ്ഞു, അള്ളാന്റെ അടിമക്ക് അള്ളാഹു പോരേന്ന്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോയെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു ഉണ്ട്. ഞാൻ എഴുതിയെടുത്ത സൂറത്തിൻ്റെതാണ്, ആ സൂറത്തിലാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. നമ്പർ ഇതാണോ ചോദിച്ചു. ആ നമ്പർ ഇതാണ്. അതിൻ്റെ അർത്ഥം അലൈസ് അല്ലാഹു ബിക്കാഫിൻ അബ്ദാർനാല് അള്ളാന്റെ അടിമക്ക് അള്ളാഹു പോരേന്നാണോ എന്ന് ചോദിച്ചു. എടവണയിലെ സലാമൗലവിൻ്റെ പ്രസംഗം കേട്ടതാ. എന്നിട്ട് ഒരു സമസ്തയിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ എഴുതി കൊണ്ടുപോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. എന്നാലേ കുത്തറാത്തീബിൻ്റെ ലിസ്റ്റ് നിന്റെ പേര് ഒട്ടിക്കളി, എനിക്ക് അല്ല മതിയാണ്. മനസ്സിലാണുണ്ടോ? കുത്തറാത്തീബിന്റെ ലിസ്റ്റ് എന്റെ പേര് വെട്ടിക്കളാ, എനിക്ക് അല്ല മതി. അങ്ങനെ മാറിയതാണ് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സലഫികൾ. അറിയോ? അള്ളാന്റെ ഖുർആനിൽ അതുണ്ടോ എന്നാ പഠിക്കുക, ഹദീസിലുണ്ടോ എന്നാ പഠിക്കുക. നഹാ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ നിരോധിച്ചു ഖബർ കുമ്മായമടിക്കുന്നത്, ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കുന്നത്, ഖബറിന്റെ മേലെ കയറിയിരിക്കുന്നത്, ഖബറിന്റെ മേലെ എഴുതുന്നത്. എന്തൊക്കെ നിരോധിച്ചത്? ഖബറിന്റെ മേലെ എഴുതാൻ പാടില്ല. ചില ആളുകൾ എഴുതൊന്നും വേണ്ട, തൽക്കാലം 786 എഴുതിക്കളാണ്, നല്ല സമാധാനമുള്ളൂ. എന്തെങ്കിലും ഒന്ന് എഴുതണം. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത്, ഖബറിന്റെ മേലെ കുമ്മായടിക്കരുത്, ഖബറിന്റെ മേലെ സിമന്റ് പൂശരുത്, ഖബറിന്റെ മേലെ കയറിയിരിക്കരുത്. ഹദീസ് അതൊക്കെ എത്ര ഹദീസ. ഇനി ഷാഫി മദ്ഹബ് കേട്ടോ, പറയാനുള്ള സമയമല്ല, സമയം തീർന്നു പോവാണ് കേട്ടോ. ഷാഫി മദ്ഹബ് കേട്ടോ. ഉസ്താദ്മാർക്ക് എളുപ്പം വേഗത്തിൽ ഓലെ മനസ്സക്ക് അത് പിടിക്കലതാണ്. അള്ളാഹു അവർക്കൊക്കെ സത്യം മനസ്സിലാക്കാൻ, ഹക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആരോടും വാശിയില്ലാതെ ജീവിക്കാൻ, ഫിത്നകളും ഫസാദൊന്നും ഒഴിവായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തെ പറയാ, വതജിബുൽ മുബാദറ വതജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദമിൽ ഖിബാബിൽ ലതി അലൽ ഖുബൂർ. ഖബറിന്റെ മേലെ കെട്ടിപ്പടുത്തതെല്ലാം ഷാഫി മദ്ഹബ് പറയുന്നത് പൊളിച്ചു നീക്കൽ സുന്നത്താന്നല്ല, പൊളിച്ചു നീക്കൽ നിർബന്ധാണ്. എന്ത്? ഖബറിന്റെ മേലെ ഉണ്ടാക്കുന്ന സർവ്വ കുബ്ബകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ ഈ പള്ളിയേക്കാൾ മസ്ജിദുൽ ദിറാറിനേക്കാൾ അപകടം പിടിച്ചതാണ്. നബിയുടെ കൽപ്പനക്കെതിരാത്, അത് നിരോധിച്ചതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, പൊന്തി നിൽക്കുന്ന ഖബറുകൾ പൊളിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന. ഷാഫി മദ്ഹബിലാണ്. പള്ളി ദർസ് പഠിപ്പിക്കുന്ന അസ്സവാജിർ എന്ന കിതാബിലാ. അവിടെ വാശിയില്ല സുഹൃത്തുക്കളെ, ഹക്ക് പഠിക്കുക, സത്യം മനസ്സിലാക്കുക. സിയാറത്ത് ചെയ്തോളി ഖബർ. പാപ്പാന്റെ ഉമ്മാന്റെ ജേട്ടന്റെ അനിയന്റെ കുടുംബക്കാരെ സുഹൃത്തുക്കളുടെ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് പോയിക്കോ, ഖബർ സിയാറത്ത് ചെയ്തോ. കുത്തിയിട്ട ഖബർ കണ്ടോ, ചെറുപ്പമുള്ള ഖബർ കണ്ടോ, വലിയ ഖബർ കണ്ടോ, നീളമുള്ള ഖബർ കണ്ടോ, ദാ ഖബറാളികൾക്ക് സലാം പറഞ്ഞോ. എന്നിട്ട് അല്ലാഹനെ ഓർത്തോ, ഞാനും ഈ 6 അടി മണ്ണിലേക്ക് വരേണ്ടവനാണെന്നത് ചിന്തിച്ചോ. അഹങ്കരിച്ച് ഗർവ് കാണിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനല്ല ഞാൻ, ഈ 6 അടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ, ഓർത്തോ. ഇതൊക്കെയാണ് നബിയുടെ കൂടെ. എന്റെ വിഷയം എന്താ അറിയോ? തിരുനബിയുടെ കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ടത്. ഈ റൂട്ടിലാണ് നമ്മൾ പോണത്. ഈ റൂട്ടിലാണോ നമ്മൾ പോണത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞ് പോയിട്ട് കുറേ ദിവസം ആകുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ, നാടന്മാർ ഉസ്താദ്മാരോട് ചോദിച്ചോളൂ, ഇങ്ങനെ കണ്ടോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കുറേ ദിവസം ആകുന്നതിന് മുമ്പ് ഒരു യാത്രാ സംഘം വന്ന് കയറി. എന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് കബ്ബിറു മിഅ, ഹമ്മിദു മിഅ, സബ്ബിഹു മിഅ, ഹല്ലിലു മിഅ. 4 ടീമായിരുന്നിട്ട് അവർ പറയാ, നമുക്ക് 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ ഒരു ടീം, 100 വട്ടം സുബ്ഹാനല്ലാഹ് ചെല്ലാൻ, 100 വട്ടം അല്ലാഹു അക്ബർ ചെല്ലാൻ, 100 വട്ടം അൽഹംദുലില്ലാഹ് പറയാ. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പള്ളിയിൽ നിന്ന് ചെല്ലിയാൽ എന്താ തെറ്റ്? ഇങ്ങനെയല്ലേ സാധാരണക്കാർ ചിന്തിക്കല്? 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളിയിൽ നിന്ന് ചെല്ലിയാൽ നല്ലതല്ലേ? ഒറ്റക്കിരുന്ന് സുഹൃത്തുക്കളെ നിങ്ങളെ മനസ്സുകൊണ്ട് എത്ര ചൊല്ലിക്കോ, ഒരു റൗണ്ടാക്കി ഇരുത്തിയിട്ട് ഇങ്ങനെ ചൊല്ലി ദിക്ർ ഹൽക്ക. ഇവിടെ ഉണ്ടാവും അത്. പല പേരിലാ സദസ്സുണ്ടാക്കല്. റസൂലുള്ളാഹി മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു യാത്രാ സംഘം വന്ന് കയറി തുടങ്ങി. പള്ളിക്ക് ഒരു സാബി കണ്ടു, മുതിർന്ന സാബിനെ വീട്ടിൽ പോയി വിളിച്ചോണ്ടെന്നു. ആ നിങ്ങൾ നല്ല ഏർപ്പാടാണല്ലോ, ഞങ്ങൾ കൂടി തരാന്ന് പറഞ്ഞോ? ഇല്ല. ഇവരെ എണ്ണം തെറ്റാതിരിക്കാൻ ചെരക്കല്ലിങ്ങനെ വെച്ചിട്ട് 100 വരെ എണ്ണം തെറ്റാതിരിക്കാൻ കല്ലിങ്ങനെ നീക്കുക യാത്രാ സംഘം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. സഹാബിയൊട്ട ചെരക്കലാണ് വാരി പുറത്തൊക്കെ ഒരു ഒറ്റകറാണ്ട് വെച്ചു. മണലിന്റെ പള്ളിയാ, ഈത്തപ്പന ഓല കൊണ്ട് മറിച്ചുണ്ടാക്കിയ പള്ളിയാ. പള്ളിന്റെ പുറത്തേക്ക് വലിച്ചണ്ട് എറിഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന്. പള്ളിയിൽ നിന്ന് ഇറങ്ങ്. എന്ത് ചൊല്ലിയിട്ട്? സുബ്ഹാനല്ലാഹ്ന്നോ അൽഹംദുലില്ലാന്നോ അല്ലാഹു അക്ബർ എന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്നോ. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ റൗണ്ടാക്കി ഇരുന്നിട്ട് 100 വട്ടം കല്ലും നീക്കിയിട്ട് ലാ ഇലാഹ ഇല്ല ചൊല്ലാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ചേ? സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ചേ? ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരാ, ഞങ്ങളിത് കണ്ടിട്ടില്ല. റസൂലുള്ളാഹി ഉപയോഗിച്ച വടിയത് പൊട്ടിപ്പോയിട്ടില്ല. റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രം അത് ഉടഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി ഉപയോഗിച്ച കുപ്പായാണത് ദ്രവിച്ചിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ? എന്താ ചോദ്യം? റസൂലുള്ളാഹി ഉപയോഗിച്ച വടിയാണിത്, റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രമാണിത്, റസൂലുള്ളാഹി ഉപയോഗിച്ച കുപ്പായമാണിത്. ദ്രവിച്ചിട്ടില്ല, ഉടഞ്ഞിട്ടില്ല, പൊട്ടിയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി കയറി ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ? ഭയങ്കര സ്ട്രോങ് ആ സഹാബികള്. നിങ്ങൾ സെൽഫികളെ കുറിച്ച് പറയും, ചങ്ങായിമാര് ഭയങ്കര സ്ട്രോങ് ആണ്. സഹാബികളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിനി. മനസ്സിലാണ്ടോ? സഹാബികളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിനി. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പറയുള്ളൂ സഹാബിയൊക്കെ ഇറക്കി വിടാൻ അധികാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച് ആ പള്ളിയിൽ നിസ്കരിച്ചോലാര്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ വേറെ വേറെ പള്ളി ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ആ പള്ളി എന്തിനാ? വന്നൽ മസാജിദ ലില്ലാഹ്, അള്ളാന്റെ പള്ളിയാണ് എല്ലാം. സുന്നി പള്ളി, മുജാഹിദ് പള്ളിയൊക്കെ അള്ളാന്റെ പള്ളിയാണ്. പക്ഷെ ആ ചില പള്ളിയിൽ നിന്നിട്ട് അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ പള്ളി നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ വേറെ സൗകര്യമായിട്ട് അള്ളാനെ മാത്രം പ്രാർത്ഥിക്കാൻ അതിനാ പള്ളി. അല്ലാതെ ആരോടും നമുക്ക് വാശിയില്ല. നമ്മൾ യാത്രയിലൊക്കെ എല്ലാ പള്ളിയിലും കയറി നിസ്കരിക്കും, ജാറല്ലാത്ത പള്ളിയിലൊക്കെ നിസ്കരിക്കും. പള്ളിയിലുള്ളിൽ തന്നെ ജാറുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. അള്ളാനെ മാത്രം ആരാധിക്കാനും സുജൂദ് ചെയ്യാനുള്ള സ്ഥല പള്ളി. അതിൻ്റെ ഉള്ളിൽ തന്നെ അള്ളാഹ് അല്ലാത്തവർക്കുള്ള സുജൂദും പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പള്ളി എന്ന് പറയാൻ പറ്റൂ. കണ്ടോ, കടുത്ത സ്ട്രോങ് ആണ് ഇല്ലട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്, എല്ലാ പള്ളിയിലും കയറി നമ്മൾ നിസ്കരിക്കും. ഈക്കൻ്റെ പള്ളിയിലും ഏപ്പിൻ്റെ പള്ളിയിലും എവിടെ കയറി നമ്മൾ നിസ്കരിക്കലുണ്ട് യാത്രയിലൊക്കെ. പക്ഷെ ജാറുള്ള പള്ളിയിൽ കയറൂല. എന്താ കാരണം അറിയോ? അള്ളാനെ മാത്രം ആരാധിക്കാനുള്ള പള്ളി. ആ പള്ളിൻ്റെ ഉള്ളിൽ അല്ലല്ലാത്തവർക്കുള്ള സുജൂദ് നടക്കാലോ, അല്ലല്ലാത്തവർക്കുള്ള ഇബാദത്ത് നടന്നാലോ പറ്റുമോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സ്ട്രോങ് ആയി പറഞ്ഞ വിഷയ, ഖബറിന്റെ മേലെ കെട്ടരുത്, പൊക്കരുത്, കുമ്മായി അടിക്കരുത്, സിമന്റ് അടിക്കരുത്, എഴുതരുത്, ഒക്കെ ചെയ്തു. എന്നിട്ട് പറയാണ്, ഞങ്ങളാണ് നബിനെ സ്നേഹിക്കുന്നവരെന്ന്. നിങ്ങൾക്കോ? ഇപ്പൊ 30 ദിവസം തുടങ്ങുകയാണ്. ഓരോ ദിവസം മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാ കഴിഞ്ഞിട്ട് പള്ളിയിൽ ഓരോ പരിപാടിയാണ്. ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ നബിയെ സ്നേഹിക്കാത്തവരാ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളിട്ടോ. നാടന്മാര് ഹദീസും ആയത്തൊന്നും കേട്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. പിന്നെ ഇതിനൊന്നും ഹദീസ് കിട്ടൂല. നമ്മളൊരു പുതിയ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചങ്ങരംകുളം അല്ലേ? ചങ്ങരംകുളത്ത് ഒരു 10 സമസ്തക്കാര് ഈ മൂലയിലോ അല്ലെങ്കിൽ ഈ മൂലയിലോ ഇരുന്നിട്ട് ഭയങ്കര തുള്ളല് ദിക്റലിയിട്ട്. അപ്പൊ പള്ളിത്തെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ആടാ എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയാണ്, ഞങ്ങളും ഉള്ളൂ. ഉസ്താദിനെ പറ്റൂലായിരുന്നു. അപ്പൊ നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, ചങ്ങരംകുളത്തെ ഈ മൂലയിൽ ഇങ്ങനെ തുള്ളരുത് എന്ന് ഖുർആനിൽ കാണിച്ചെന്ന് അപ്പം നിർത്താറുണ്ട്. ഉസ്താദിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉസ്താദിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു 100 ആൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഭയങ്കര മുദ്രാവാക്യ. അപ്പോൾ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു പാടില്ലായിരുന്നു. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പറഞ്ഞു, ഇങ്ങനെ ചങ്ങരംകുളം അങ്ങാടി കൂടി മുദ്രാവാക്യം വിളിക്കരുതെന്ന് ഖുർആനിൽ കാണിച്ചെന്നാൽ ഞങ്ങൾ നിർത്താറുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേമാതിരിയൊക്കെ ഞങ്ങളോട് ചോദിക്കണത്. ഞങ്ങൾ നടത്തുന്ന നബിദിനാഘോഷം തെറ്റാന്ന് ഖുർആൻ കാണിച്ചെന്നാൽ, ഒരായത്ത് കാണിച്ചെന്നാൽ 1 കോടി തരാ നിർത്തും ചെയ്യാന്ന്. 2 ആയത്ത് കാണിച്ചെന്നാൽ 2 കോടി തരാ നിർത്താന്ന്. നമുക്ക് 1 കോടിയും വേണ്ട, 1 കോടിയും വേണ്ട. പക്ഷേ നമ്മളൊരു പുതിയ ആചാരം തുടങ്ങി, അതിന് നമ്മൾ നടത്തുന്ന ആചാരം തെറ്റാന്ന് ഖുർആൻ കൊണ്ട് കാണിക്കാൻ കഴിയില്ല. ഇസ്ലാമിലൊരു പ്രത്യേക സുന്നത്തുണ്ടെങ്കിൽ അത് നടത്താനാ തെളിവുണ്ടാവുക. ശരിക്കും മനസ്സിലാക്കണം. സുബഹി 2-ാം നില തെളിവ്. ഒരാൾ സുബഹി 8 നിസ്കരിച്ചു, സുബഹി 2-ാം ഹദീസിലുണ്ട്. ഒരാൾ വന്നിട്ട് നിസ്കാരത്തോട് നിസ്കാരം, ഉസ്താദ് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, അയാൾ പിന്നെ നിസ്കരിക്കും. അപ്പോൾ ഉസ്താദ് എന്താണ് നിൽക്കുക? ഞാൻ സുബഹി 8 നിസ്കരിക്കും. പറ്റൂലാറിന്. ഖുർആനിൽ 8 നിസ്കരിക്കാൻ പാടില്ല എന്ന് കാണിച്ചാൽ നിർത്താറിന്. നിങ്ങളൊന്ന് കൊടുത്താണ് ആയത്ത് കൊടുക്കാൻ പറ്റുമോ? നിസ്കാരത്തോട് നിസ്കാരം ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കരിക്കുക, ഇങ്ങനെ നിസ്കരിക്കരുതെന്ന് ഖുർആനിൽ കാണിച്ചോണ്ടാ നിർത്താറിനാലോ? നമ്മളൊന്ന് ഉണ്ടാക്കിയിട്ട് അതിന് ആയത്ത് കാണിച്ചു തരണം. കിട്ടുമോ? നിങ്ങൾ നാടന്മാരായ മനുഷ്യന്മാരോട് ചോദിക്കുക, കിട്ടുമോ? ഇനി ചോദിക്കട്ടെ, സമസ്തയുടെ വിശ്വാസപ്രകാരം നബിദിനാഘോഷം 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷ. 2 പെരുന്നാളിനേക്കാൾ
വലിയ ആഘോഷം. ഇത് ശിഹാബടക്കര പറഞ്ഞല്ല, മാസികയിൽ അച്ചടിച്ചു വന്നതാ, സമസ്തയുടെ മാസികയിൽ. എന്താ പറഞ്ഞത്? 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. സമസ്തയിൽ ഏത് വിഭാഗം പറഞ്ഞാൽ എനിക്കറിയില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംഘാടകരായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പേടിയും വേണ്ട, അതിൻ്റെ മാസികയിലെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ തരുന്നുണ്ട്. 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. ഇനി ഞാൻ ചോദിക്കുകയാണ്, പെരുന്നാളിന് എങ്ങനെ പോകണം? തക്ബീർ ചൊല്ലണം, മൈതാനത്ത് ചെല്ലണം, നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വരെ വരാം, പുതുവസ്ത്രം അണിയണം, സുഗന്ധം ഉപയോഗിക്കണം, ഒക്കെ പറഞ്ഞു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും ആശംസ പറയണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു തന്നു, ഏതൊക്കെ സൂറത്തുകളെ ഓതണ്ടെന്ന് പറഞ്ഞു തന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയ ആഘോഷമായ നബിദിനാഘോഷം നടത്തേണ്ടത് എങ്ങനെ? ഖുർആനിലില്ല, ഹദീസിലില്ല, സഹാബികൾക്ക് ആർക്കും അറിയില്ല. ഷാഫി ഇമാമിന് അറിയില്ല, മാലിക് ഇമാമിന് അറിയില്ല, ഹംബലി ഇമാമിന് അറിയില്ല, ഒരൊറ്റ ഇമാമുകൾക്കും അറിയില്ല. അറിയണത് ഇപ്പൊ ഈ കേരളത്തിലെ അല്ലെങ്കിൽ കുറച്ച് ഇപ്പത്തെ പുതിയ നൂറ്റാണ്ടിലെ കുറച്ച് ആളുകൾ പോലും അറിയാം. ഞങ്ങൾ നടത്തും, വാശിയാണ് നടത്താൻ പ്രശ്നമല്ല, ആർക്കും തടുക്കാൻ കഴിയില്ല, പക്ഷെ അത് ദീനിലില്ല എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച്, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വരെ പറഞ്ഞു വെച്ച വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും കേട്ടോ. പറഞ്ഞു വെച്ച വാക്ക് കേട്ടാൽ എന്നോട് ദേഷ്യം തോന്നും. ലാ അഅ്ലമു ലിഹാദൽ മൗലിദി അസ്ല. ഈ നബിദിനാഘോഷം നടത്തുന്ന ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറയണ, ഇങ്ങനെ ഒരു മൗലീദാഘോഷം അതിന് യാതൊരു അസ്ലുമില്ല കേട്ടോ. എവിടെല്ല? ഫീ കിതാബിൻ വലാ സുന്ന. അല്ലാഹുവിന്റെ ഖുർആനിലില്ല, പ്രവാചകന്റെ ചര്യയിലില്ല. ഇനി അവസാനിപ്പിക്കണേ കേട്ടോളൂ കേട്ടോ, കുറേ വായിക്കാണ്ട് സമയമില്ല. അവസാനിപ്പിക്കണേ കേട്ടോളൂ. എന്താ പറഞ്ഞ അറിയോ? ഇത് തുടങ്ങി വെച്ചത്, ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞു, മുൻഗാമികൾ ചെയ്തിട്ടില്ല, മാതൃകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ബൽ ഹുവ ബിദ്അ. ഇത് ബിദ്അത്താണ്. അഹ്ദസഹൽ ബതാലൂൻ വശഹ്വതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ ലകാലൂൻ. താന്തോന്നികൾ തുടങ്ങിയ ഏർപ്പാടാ. ശാപ്പാട്ട് രാമന്മാർ അതിന് പ്രാധാന്യം കൊടുത്തു. അത് എന്നോട് ദേഷ്യം വരും. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ല. ഇതാര് തുടങ്ങിയതാണ്? സുഹൃത്തുക്കളെ, ഒരു രാജാവ് രാഷ്ട്രീയത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ഞാൻ എത്ര സ്നേഹിച്ചു സഹാബത്ത് നബിയെ. ഓല് കുരിശിലേറ്റപ്പെട്ടു, മരത്തിൽ കെട്ടി തൂക്കി, തല കീപ്പട്ടാക്കി സഹാബികളെ. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ നബിനെ പകരം തരണ്ട, അള്ളാന്റെ റസൂലിന്റെ ഒരു രോമം ഞങ്ങൾക്ക് ഇതിന് പകരം തരാന്ന് വെറുതെ പറഞ്ഞ ഞങ്ങളെ വിടാന്ന് പറഞ്ഞു. തരൂലാന്ന് ഉറപ്പാ. ഞങ്ങളെ നിങ്ങൾ കെട്ടിത്തൂക്കി ഇഞ്ചിഞ്ചായി കൊന്നാലും റസൂലുള്ളാന്റെ ഒരു രോമം പകരം തരാൻ ഞങ്ങൾ റെഡിയല്ല എന്ന് സ്വഹാബത്ത്. ഉഹദിൽ അവർ വളഞ്ഞു നിന്നു നബിയെ. ഇടയിൽ കൂടി കയറിയിട്ട് റസൂലുള്ളാന്റെ പല്ലിന് പരിക്ക് സംഭവിച്ചു. സ്വഹാബത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. നബിയെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്നു അവര്. അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് കുട്ടിനെ കൊടുക്കുക, ചെറിയ കുട്ടിനെ യുദ്ധത്തിന് പോകുമ്പോൾ. സ്ത്രീ പറയാണ്, നബിയെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് നേരെ വരുന്ന അമ്പ് ഇങ്ങനെ എൻ്റെ കുട്ടിനെ പൊക്കിയിട്ട് തടുത്താൽ മതി, നിങ്ങളെ രോമത്ത് തടയാൻ പാടില്ല, ശത്രുക്കളുടെ ഒരു അമ്പും, നിന്റെ കുട്ടി മരിച്ചോട്ടെ സാരല്ല. ഇങ്ങനെ സ്നേഹിച്ച സ്വഹാബി വനിതകളും സ്വഹാബികളും. എന്നിട്ട് അവർക്കാർക്കും ഒരു നബിദിനാഘോഷം, രാത്രി റാലിയോ ദഫുമുട്ടോ കോൽക്കളിയോ റോട്ടിലോ മൈതാനത്തോ പള്ളിയിലോ മദ്രസയിലോ ഇല്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നബിയോട് ഇഷ്ടമല്ല. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞൊരു നാടൻ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. ഒരു വീട്ടിലത്തെ വാപ്പ സുഖമില്ലാതെ കിടക്കുക. ഇതൊരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 2-3 ചെറുപ്പക്കാർക്ക് ക്ലിക്കായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇവിടെ വാപ്പ സുഖമില്ലാതെ കിടക്കുക. 4-5 ആൺമക്കളൊക്കെ ഉണ്ട്. വീട്ടിൽ 2 ആൺകുട്ടികളുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. ആ 2 ആൺകുട്ടികളെയും വാപ്പ വിളിച്ചു, മക്കളെ എനിക്ക് തീരെ സുഖമില്ല, എനിക്കൊരു ഗുളിക വേണം. 2 മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനൊന്നും ഒഴിവില്ല. വാപ്പ പറഞ്ഞു, മക്കളെ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം, നിങ്ങളെ ഭാര്യമാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വാപ്പാനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. വാപ്പാക്ക് ഉണ്ടാക്കാനൊന്നും കഴിയില്ല, എണീക്കാൻ വയ്യ മക്കളെ, അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, ഓലൊന്നും ഉണ്ടാക്കി തരില്ല, വേണമെങ്കിൽ കുടിച്ചോളിയായിരുന്നു. വാപ്പ പറഞ്ഞു, ഒരു പണിയും ചെയ്യൂല. എന്നാൽ വാപ്പ ജനിച്ച ഡേറ്റിന് അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് വാപ്പാനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം മുദ്രാവാക്യം വിളിക്കുക. ഇവർ 2 ആളും വാപ്പാക്കങ്ങാൻ എണീറ്റ് ചെല്ലാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക? എന്തായിരിക്കും? ഇതാപ്പോൾ സംഭവിക്കണത്. റസൂൽ പറഞ്ഞ ഖബർ കെട്ടിപ്പൊക്കരുത്, അതെന്തായാലും ഞങ്ങൾ കെട്ടിപ്പൊക്കും.
ഖബർമ കുമ്മായി അടിക്കരുത്, അടിക്കും. ഖബർമ എടുപ്പുണ്ടാക്കരുത്, ഉണ്ടാക്കും. ഖബർമ എഴുതരുത്, എഴുതും. അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കും. ഖബറാളിയോടോ അല്ലല്ലാത്ത ശക്തിയോടോ ഇസ്തിഹാസ നടത്തരുത്, അത് നടത്തും. റസൂലുള്ള പറഞ്ഞു നേരെ എതിര്. മിണ്ടാതെക്കല്ല, നേരെ എതിർ പ്രവർത്തനം നടത്തുക. മിണ്ടാതെക്കണെങ്കിൽ സമാധാനം ഉണ്ട്, മിണ്ടാതെക്കല്ല നേരെ എതിര്. പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് നടത്തുകയാണ്. എന്നിട്ട് റബീഉൽ അവ്വൽ വന്നാൽ പറയാണ്, നിങ്ങൾക്ക് നബിയോട് ഇഷ്ടമല്ല, നിങ്ങൾ സാധാരണ മനുഷ്യനാക്കാണ്. നിങ്ങൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും മക്കത്ത് ജനിച്ച ഒരു മുഹമ്മദ് എന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ആമിനൻ്റെ മോനാണ് എന്ന് പറയല്ലാതെ വേറെ അമ്മാൻ്റെ പേര് മാറ്റാൻ പറ്റും? അബ്ദുള്ളയുടെ മകനാണ് എന്നുള്ളവർക്ക് പേര് മാറ്റാൻ പറ്റുമോ? അബ്ദുള്ളന്റെ മകനാണ്, ആമിനയുടെ മകനാണ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യനാന്ന് ഒരൊറ്റ മുജാഹിദും പറയലില്ല. ഖുർആൻ പറഞ്ഞതാ പറയലേ, നബിനോട് അല്ല പറഞ്ഞതാണ്, നബിയെ പറയൂ കുല്ലിന്നമാ അന ബശർ, ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യനാന്ന് പറയാൻ അല്ല പറഞ്ഞതാണ്. അത് നമ്മൾ പറയും. റസൂലുള്ള മലക്കല്ല, റസൂലുള്ള ജിന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. മലമൂത്ര വിസർജനം നടത്തി, ടോയ്ലറ്റ് പോയി, കഴുകി വൃത്തിയാക്കി, അല്ലേ? മാലക്കിതാബിൽ പറഞ്ഞത് നബിന്റെ കാഷ്ടം ഭൂമിക്ക് ചാടുമ്പോൾ തന്നെ ഭൂമി വിഴുങ്ങുന്ന, അതാണ് ഓവർന്ന്. എല്ലാ പാട്ടിന്റെ അവസാനം ഓവർന്നുണ്ടാല് ഇത് അധികമാണ്, മനസ്സിലായില്ലേ? ഇത് അധികമാണെന്നതിന്റെ അർത്ഥം. എല്ലാ പാലപ്പാട്ടിന്റെ അവസാന വരിയിൽ എന്താ ഉണ്ടാവല്? ഓവർന്നാ. ഇത് ഓവറാണ്, കണക്കിൽ കൂട്ടണ്ടാന്ന്. മനസ്സിലാണുണ്ടോ? നബി നിന്നോടത്ത് പിന്നെ സൂചി വീണാല് വിളക്കിൻ്റെ ടോർച്ചിൻ്റെ ആവശ്യമല്ല. ഇങ്ങനെ പാടുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒരു തെറ്റില്ല, ഇല്ലതേ പറയാൻ പാടുള്ളൂ. റസൂലുള്ള വന്നപ്പോൾ എണീറ്റ് നിന്നപ്പോഴേ ഒരു സാമി ഒരു ഉസ്താദിന്റെ വലിയ സമ്മേളനത്തില് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ പറയല്ല കേട്ടോ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് സ്വാമി പറഞ്ഞു, എന്ത് തലക്ക് വെളിവില്ലാത്തവനാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് സ്വാമി പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അപ്പോ പ്രസംഗിച്ചിരുന്നപ്പോ സ്വാമിയോട് പറഞ്ഞത് തിരുത്തണം, അത് തിരുത്തണം. ആരാ പറഞ്ഞത്? ആ ഉസ്താദ്, വലിയ ഉസ്താദാ. ഞാൻ പേര് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് പാലിക്ക കേട്ടോ. ആ ഉസ്താദ് പറഞ്ഞു തിരുത്തണം. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് തലക്ക് വെളിവില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞത് ഈ സമ്മേളനത്തിൽ തിരുത്തുകയും മറ്റൊരു സമ്മേളനത്തിൽ പറയുകയും ചെയ്യും. കാരണം അയാൾ അതിന് ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയെന്ന് അർത്ഥം പറഞ്ഞു. അതേ ഉസ്താദ് കേൾക്കണെന്ത്? അല്ല അയാളോട് ചോദിക്കാതെ ഒരു കാര്യം ഇവിടെ ചെയ്യൂല വേറെ ഉസ്താദ് പ്രസംഗിച്ചത്, അതിനൊരു തിരുത്തൂല്ല, ഒരു നെളിഞ്ഞിരിക്കുക. അല്ലേ ഇയാളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ ഒരു തിരുത്തൂല്ല. പിണറായി കേരള യാത്ര നടത്തിയ പോലെ, രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തിയ പോലെ, കുഞ്ഞാലിക്കുട്ടി കേരള യാത്ര നടത്തിയ പോലെ, എല്ലാ പാർട്ടി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ, ഐക്യണ്ടായിക്കോട്ടെ കേട്ടോ, നടത്തിയ പോലെ ഈ ഉസ്താദ് കേരള യാത്ര നടത്തി, വേറെ യാത്രയൊക്കെ നടത്തി. അപ്പോൾ ഒരാൾ പ്രസംഗിക്കാണ്, ഞാൻ നബിയെ കുറിച്ചും പഠിച്ചു, ഈ ഉസ്താദിനെ കുറിച്ചും പഠിച്ചു, എനിക്ക് മനസ്സിലായി ഏറ്റവും മഹോന്നതൻ ഈ ഉസ്താദാണ്. നെളിഞ്ഞിരുന്ന് കോളറൊക്കെ പൊക്കിയിരിക്കുക, തിരുത്തലില്ല. മനസ്സിലാണുണ്ടോ? സ്വാമി പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ അത് തിരുത്തണം. മനസ്സിലാണുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ? ദീനനോടാ ഇഷ്ടം. വേറൊരാൾ പ്രസംഗിക്കുക, സുഹൃത്തുക്കളെ ഇതൊക്കെ ഞങ്ങൾ എതിർത്തത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു പ്രസംഗമൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പോവുക ഒരു ഉസ്താദ്. അപ്പൊ ചെന്നിട്ട് തിരക്കൊണ്ട് ഒരു തിരിച്ചു വന്നു. അടുത്ത കൊല്ലം പോയി, ഉംറക്ക് പോയപ്പോ പോയതാണ്. തിരക്ക്. അപ്പൊ അയാൾ മനസ്സുകൊണ്ട് പറഞ്ഞത്രേ, ഞാൻ ഈ വർഷവും മടങ്ങുകയാണ്, ഖബറിന്റെ അടുത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന്. അപ്പോ റസൂലുള്ള ഖബറിന്ന് കൈയ്യാണ്ട് പുറത്തേക്ക് ഇട്ട്, തആൽ ഈ കൊല്ലം മടങ്ങണ്ട, ഇവിടെ വാ. നബിയെ ഖബറിന്ന് കൈ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് തആൽ ഇങ്ങോട്ട് വാ. അപ്പൊ അയാൾ മസിലുടിച്ച് പോണില്ലാന്ന്. അപ്പോ നബി ഐഡിയ മാറ്റി. നബി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, വന്നോളി. അപ്പൊ പോയി നോക്കി, അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് കസാരട്ട് കുത്തിരിക്കുന്നുണ്ട് ഈ കേരള യാത്ര നടത്തിയ ആള്. ഇത് പ്രസംഗിക്കാണ്, അതിന് ഒരു തിരുത്തുമില്ല. മനസ്സിലാണുണ്ടോ? ഒരു തിരുത്തുമില്ല. ഇതൊക്കെയാണ് ലോകം. ഇതൊക്കെ പറഞ്ഞാണ്ടല്ലോ വെറുപ്പായിരിക്കും, ചിലപ്പോൾ ഇരുട്ടടിയായിരിക്കും. മനസ്സിലാണ്ടോ? ചിലപ്പോൾ ഭീഷണിയായിരിക്കും. ഹക്കാര് പറഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടില്ല. കള്ളു കുടിക്കുന്ന ആളോട് നിങ്ങൾ കുടിക്കരുത് എന്നൊക്കെ പോടാവുന്നത് അവനെ ഇഷ്ടമല്ല. ചീട്ട് കളിക്കണ പോലെ കളിക്കണ്ടെന്ന് പറഞ്ഞൊക്കെ ചീട്ട് കളിക്കുന്ന ആളുകളുണ്ട് റബ്ബർ തോട്ടത്തിൽ. മെല്ലൊരു പോലീസിനോട് പറഞ്ഞോട് അവിടെ കളിക്കുന്നുണ്ട്,
അപ്പോൾ പോലീസിനോട് നോൽക്കൊരു വെറുപ്പില്ല. 2 കൊടുത്തത് പോലീസാണ്, പിടിച്ചോണ്ടേത് പോലീസിനോട് ആരങ്ങൾക്ക് പറഞ്ഞത് ഓന ദേഷ്യം. ആര് ഹക്ക് പറയുന്നോ അവനോടാ വെറുപ്പ്. സുഹൃത്തുക്കളെ, ഈ വെറുപ്പ് ഭൂമിയിൽ അവസാനിക്കും. പക്ഷെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല.